ഈ ഇങ്ങനെ കുറുവി കുറുവി എങ്ക് പോണേ കല്യാണ വീട്ടി കക്കപ്പോണേ എത്ര നെല്ലി പാട് വിട്ട് ചമ്പാ നെല്ലി പാട് വിട്ട് ഇത് ഇങ്ങനെ ചൂടച്ച് വരിക്കുമ്പോഴാണ് കുറുവി കുറുവി എന്ന് പറഞ്ഞാൽ വരിക്കും എങ്ക് പോണേ എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു ടീം ഇത് പാടുമ്പോൾ മറ്റേ ടീം ഇങ്ങനെ പാടും. പിന്നെ അവർക്ക് മുൻപിൽ നോക്കാനൊന്നുമില്ല, കാരണം ഇവർ പോകുന്നതേ ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല, ഒന്നുമില്ല, വന്നാ വന്ന് പോയാൽ പോയി. അപ്പൊ അതേ ആ ഒരു സ്റ്റൈലാണ് ലൈഫിലുടനീളം. നീ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് തിരിച്ചു പറയും. അതായത് വേസ്റ്റ് കൂമ്പാരമായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതിന്റെ തണല് പറ്റി മീൻ സഞ്ചരിക്കും, അല്ലെങ്കിൽ തണല് കിട്ടണമെങ്കിൽ ഏറ്റവും അടി പോണ്ടേ. ഇപ്പോ ഫുട്ബോളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സന്തോഷ് ട്രോഫി ഗ്രാമം എന്നൊക്കെ അറിയപ്പെടാൻ വേണ്ടി ആ സംഘടനയുടെ ഒരുപാട് ശ്രമങ്ങളുണ്ട് അതിലൊക്കെ പുറകെ. അന്നത്തെ ഇന്നത്തെ വ്യത്യാസം വരുമ്പോ അന്ന് ചാളത്തടിയിൽ തുളഞ്ഞുകൊണ്ടുള്ള, അതായത് തുള എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് തുളന്ന് മുട്ടിലിരുന്നൊക്കെ തുളഞ്ഞു പോകുന്ന ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ കാലാവസ്ഥ മാറി, ഔട്ട് ബോർഡ് എഞ്ചിന് വന്നു. വഞ്ചിയായിരുന്നു. വഞ്ചിയിൽ ബോട്ടിൽ വെച്ച് ഞങ്ങൾ സാധാരണ കൊച്ചി, നീണ്ടകര, മറ്റേ ഇവിടെ വേപ്പൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വഞ്ചിയിൽ പോകുമായിരുന്നു. ആ കാലഘട്ടം വീണ്ടും മാറി ഹൗസ് ബോർഡ് എഞ്ചിന് വന്നതിന് ശേഷം മറ്റേ ലൈലൻഡ് എഞ്ചിന് വന്നു. പിന്നെയും ബോട്ടിന്റെ പണിക്ക് ഞാൻ പോയിട്ടുണ്ട്. ബോട്ടിന്റെ പണിയുമായിട്ട് ഏതാണ്ട് രത്നഗിരി വരെ മത്സ്യബന്ധനത്തിന് പോയവരാണ്. തകഴി, രത്നഗിരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, ദൂര സ്ഥലത്തൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ പോയി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും വിഴിഞ്ഞം ഹാർബറിലേക്ക് പണിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ വയസ്സായതിനു ശേഷം ഹാർബർ തേടി പോകുന്ന ഒരവസ്ഥയാണ്. നാടൻ ഭാഷയിലെ ഊളാൻ തെരച്ചി എന്ന് പറയും. ഊളാൻ തെരച്ചി എന്നാണ് പറയുന്നത്. ഇത് സാധാരണ തെരണ്ടിയാണ്. ഇതിന്റെ മുള്ളാണ് ഇത്തിരി വിഷം കൂടിയത്. ഇതിന്റെ വലിപ്പം വന്നിട്ട് ഏതാണ്ട് ഇതിനേക്കാളും ഒരു രണ്ടടി കൂടെ വളരും, അതിനപ്പുറത്ത് വളരില്ല. മറ്റതാണെങ്കിൽ തെരണ്ടിയിൽ വേറെ പേരുള്ളത് കൊണ്ട് അതൊക്കെ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡാണ്. അത് നല്ല ഇതിനേക്കാളും നന്നായിരിക്കുകയും ചെയ്യും കഴിക്കാൻ വേണ്ടി. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം 1, അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ 2, പിന്നെ നമ്മുടെ തീരം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനുള്ള അത് രണ്ടും മെയിൻ കാരണമാണ്. കാലാവസ്ഥയിലുണ്ടായത് ന്യൂനമർദ്ദത്തിന്റെ കാരണം. പിന്നെ നമ്മളെ തൊട്ട് അപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുമ്പോൾ തമിഴ്നാട് തീരപ്രദേശമാണ്. അവിടെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അവിടുത്തെ തീരം സംരക്ഷിക്കുന്നതിനൊക്കെയായി പെട്ടെന്നൊരു പുലിമുട്ട് നിർമ്മാണം അവിടെ ആരംഭിച്ചു. അപ്പൊ ആ പുലിമുട്ട് നിർമ്മാണം പെട്ടെന്ന് വന്നതിന് ശേഷമാണ് തൊട്ടടുത്തുള്ള പ്രദേശമായിട്ടുള്ള നമ്മുടെ കൊല്ലങ്കോട്, പരുത്തിയൂർ എന്ന് പറയുന്ന പൊഴിയൂർ പ്രദേശം പൂർണ്ണമായിട്ടും കടലിനകത്ത് ആയത്. ആ പുലിമുട്ട് നിർമ്മാണം വരുന്നതിന് മുന്നോടിയായിട്ട് ഇത്രയ്ക്കുള്ള തീരം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അത് വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് തീരം നഷ്ടപ്പെടുകയും കടൽ ഇങ്ങോട്ട് കയറുകയും അതിനുശേഷം കടൽ ഒരിക്കൽ പോലും ഉൾവലിഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുമില്ല. കടൽ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഇത് കാരണം പൂർണ്ണമായിട്ടും വീണ്ടും കടൽ ഇങ്ങോട്ട് ഈ ആക്രമണം വരാനുള്ള സാധ്യത. കുട്ടികളും കടലും എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ കടലായിരിക്കും. അവര് നേരെ പോകുന്നത്, അവർക്ക് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ അതുവഴി പോകുമ്പോൾ ആ കടൽ തീരത്ത് നിന്ന് ഈ കൊച്ചു കുട്ടികൾ, നമ്മുടെ സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള കുട്ടികളാണ്, ആ കുട്ടികൾ തന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്നതാണ്. നമ്മൾ ആ കടൽ തീരത്ത് വളരെ കുറച്ച് തീരമുള്ള അവിടെ കല്ലടുക്കി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് അവർ കളിക്കുന്നത്. എനിക്ക് അവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ആ കടൽ തീരമാണ്. അവരുടെ ലൈഫ്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ആ കടലും കടൽ തീരവുമാണ് അവർക്ക് പ്രധാനം. അത് തന്നെയാണ് അതിൻ്റെ ഇത്. പിന്നെ അവർക്ക് അവിടെ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്ക അവസ്ഥയായിരിക്കും. എല്ലാ ദിവസവും അവർക്ക് മീൻ കിട്ടണമെന്നില്ല. അത് മാത്രമല്ല, മീൻ കിട്ടിയാൽ തന്നെ മറ്റുള്ളവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പോലെ ആ പൈസ സമ്പാദിച്ച് സൂക്ഷിക്കണമെന്നോ സ്വരൂപിക്കണമെന്നുള്ള ഒരു ചിന്തയൊന്നും അവർക്കില്ല. അവർ കിട്ടുന്ന അപ്പം തന്നെ അങ്ങനെ അടിപൊളിയായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ മറ്റ് എന്തെങ്കിലും അവർക്ക് കുട്ടികൾക്ക് നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് ഫീസൊന്നുമില്ല, ഇതൊന്നുമില്ല, എങ്കിൽ പോലും എന്തെങ്കിലും മറ്റാവശ്യങ്ങൾക്കായിട്ടാൽ പോലും അവർക്ക് പൈസ എടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര താമസമായിരിക്കും. കിട്ടിയാൽ തരാം എന്നുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇപ്പം വാൻ ഫീസ് എന്തെങ്കിലും നമ്മൾ ഈടാക്കുകയാണെങ്കിൽ അത് എല്ലാവരും കറക്റ്റായിട്ട് തരണമെന്നില്ല, പകുതി നമുക്കത് കിട്ടാതെ വരും. അങ്ങനത്തെ ഒരു സാമ്പത്തികം അവർ കളക്ട് ചെയ്യാൻ കുറച്ച് പിന്നോക്കത്തിലാണ്. അത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു വളരെ നല്ല എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരോടും നന്നായി അടുക്കുന്ന ഒരു പ്രകൃതക്കാരാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ മാതാപിതാക്കളും വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്.
പിന്നെ അവര് നല്ല സ്നേഹമുള്ളവരും അതുപോലെ കുട്ടികളും വളരെ സ്നേഹമുള്ളവരാണ്, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്. നമ്മുടെ ഈ നാട്ടിനും പുറത്തുള്ള ജാടയൊന്നും, നഗരപ്രദേശങ്ങളിലുള്ള ജാടയൊന്നും നമ്മുടെ കുട്ടിക്കില്ല. അപ്പൊ അങ്ങനെ കുട്ടിക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ എന്താണ് അതിന്റെ ഒരു കാര്യം? നമ്മുടെ മാതാപിതാക്കൾക്കും അതില്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ സാംസ്കാരികമായി വളരെ എളിമെന്ന് പറയാൻ പറ്റില്ല, സാംസ്കാരികമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു ഇതാണ്. പിന്നെ നമ്മൾ സംസ്കാരം എന്നുള്ളത് പലതരത്തിലാണ് വിവക്ഷിക്കുന്നത്. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. കുട്ടികൾ അവരുടെ സ്വഭാവം, പിന്നെ കുട്ടികൾ നല്ല എന്താ പറയുക, നല്ല സജീവതയുള്ള കുട്ടികളാണ് നമ്മുടെ ഈ മത്സ്യമേഖലയിലുള്ള കുട്ടികൾ. ഇനി ഇവിടുത്തെ കാലാവസ്ഥ, ഇപ്പൊ ചൂട്, നമുക്ക് കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് താങ്ങാൻ കഴിയില്ല, നമുക്ക് ഈ ചൂടൊന്നും താങ്ങാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾ നല്ല വെയിലത്തും നന്നായി കളിക്കുന്ന കുട്ടികളാണ്, നന്നായി വ്യായാമം ചെയ്യുന്ന കുട്ടികളാണ്. പിന്നെ അങ്ങനെ വ്യായാമം ചെയ്യുന്ന കുട്ടികളാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കാര്യമായി ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രകൃതിദത്തമായ കഴിവ് മറ്റുള്ളവരെക്കാൾ അധികം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.